ടാൻഡം മാച്ച് കപ്ലർ അല്ലെങ്കിൽ മോണി മാച്ച് കപ്ലറിൻ്റെ ഫോർവേഡ് ഔട്ട്പുട്ട്, റിഫ്ലക്റ്റഡ് ഔട്ട്പുട്ട് എന്നിവ ഏതെങ്കിലും ഒരു മീറ്ററിൽ കണക്ട് ചെയ്താൽ അതിൻ്റെ ഡിഫ്ലക്ഷൻ കിട്ടുന്നതാണ്. അവയെ വേണ്ട രീതിയിലുള്ള പ്രീസെറ്റുകൾ വഴി കൺട്രോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പവർ, SWR കൂടാതെ കാലിബ്രേഷൻ എന്നിവ കാണാവുന്നതാണ്. അതിനുവേണ്ടി ഇത്തരം മീറ്ററുകൾ ഏത് വേണേലും ഉപയോഗിക്കാം. സ്കൂൾ ലാബുകളിലും മറ്റും ഉപയോഗിക്കുന്ന ഇത്തരം മീറ്ററുകൾ ഇതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഓരോ ഡിവിഷൻ തമ്മിലുള്ള അകലം കൃത്യമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ മീറ്ററിന് റീഡിങ് ലീനിയർ ആണെന്ന് പറയാം. അല്ല എങ്കിൽ ഒരു പഴയ മൾട്ടിമീറ്റർ ഉപയോഗിക്കാം. ഇതുപോലുള്ള സ്ക്വയർ ഷേപ്പിലുള്ള മീറ്റർ ആണെങ്കിൽ കാണുവാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. എന്നാൽ ഇത്തരം AC-യിൽ ഉപയോഗിക്കുന്ന വോൾട്ട് മീറ്റർ അഥവാ അമ്മീറ്റർ ഇതിന് പറ്റിയതല്ല. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ തുടക്കത്തിലുള്ള റീഡിങ് വളരെ ക്രൗഡഡും മുകളിലേക്ക് പോകും തോറും ഡിവിഷൻ തമ്മിലുള്ള അകലം കൂടി വരുന്നതായിട്ട് കാണാം. ഇത്തരം മീറ്ററിന് ലീനിയാരിറ്റി ഇല്ല. ഇത്തരം മീറ്ററുകളെ മൂവിംഗ് അയൺ മീറ്റർ എന്ന് വിളിക്കുന്നു. നമുക്ക് ആവശ്യമുള്ളത് മൂവിംഗ് കോയിൽ മീറ്ററാണ്. മൂവിംഗ് കോയിൽ പെർമനൻറ്റ് മാഗ്നറ്റ് ടൈപ്പ് മീറ്ററുകളുടെ സിമ്പൽ ഇതാണ്. SWR പവർ മീറ്റർ ഉണ്ടാക്കുവാനായി നാം ഉപയോഗിക്കുന്ന 2 മീറ്ററാണിവ. ഇവയെ സിംഗിൾ നീഡിൽ മീറ്റർ എന്ന് പറയുന്നു. ഇത് ഒരു ക്രോസ് നീഡിൽ മീറ്ററാണ്. ഇത്തരം മീറ്ററുകൾ വാങ്ങിക്കുമ്പോൾ ആദ്യം ഇതൊന്ന് ഇളക്കി നോക്കുക. അതിൻ്റെ നീഡിൽ വളരെ ഫ്രീ ആയി ഇളകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഇത് എപ്രകാരമാണോ ഉറപ്പിക്കേണ്ടത് അതുപോലെ വെച്ചതിന് ശേഷം 0 റീഡിങ് കോയിൻസൈഡ് ചെയ്യുക. നീഡിൽ തുടക്കത്തിൽ 0-ൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. മിക്കവാറും മീറ്ററുകളെല്ലാം ഇതുപോലെ വെർട്ടിക്കൽ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് വെർട്ടിക്കൽ രീതിയിൽ വെച്ചതിന് ശേഷം ഈ സ്ക്രൂ തിരിച്ച് അതിനെ 0-ൽ എത്തിക്കുക. 0 അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഈ സ്ക്രൂവിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് 0-ൽ നിന്നും മാറിയിരിക്കുന്നതിനെ അതേ 0 പൊസിഷനിൽ കൊണ്ട് എത്തിക്കാൻ ശ്രമിക്കുക. ഇപ്രകാരം 0-ൽ എത്തിച്ചതിന് ശേഷം മാത്രമേ കണക്ഷൻ കൊടുത്ത് കാലിബ്രേഷൻ ആരംഭിക്കാവൂ. SWR മീറ്ററിൻ്റെ ഫോർവേഡ് റിവേഴ്സ് പവർ അളക്കുവാനായി ഇതുപോലൊരു സ്ലൈഡ് സ്വിച്ച് ഉപയോഗിക്കാം. പവർ, കാലിബ്രേഷൻ, SWR എന്നിവ കാണിക്കുവാനായി ഇതുപോലെ 3 സ്റ്റെപ്പുള്ള സ്വിച്ചാണ് വേണ്ടത്. പവർ റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാനും ഇതുപോലെ റോട്ടറി സ്വിച്ച് ഉപയോഗിച്ച് റേഞ്ച് മാറ്റാവുന്നതാണ്. പവർ റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാനായി ഇതുപോലെ 3 സ്റ്റെപ്പ് സ്വിച്ച് ആയാലും റോട്ടറി സ്വിച്ച് ആയാലും കുഴപ്പമില്ല. ഇതിൻ്റെ ഇതേ വലിപ്പത്തിലുള്ള കിട്ടുവാണെങ്കിൽ കാണുന്നത് ഒരു ഭംഗിയായിരിക്കും. കാലിബ്രേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായി ഒരു 4.7Kയുടെ പൊട്ടൻഷ്യോമീറ്ററാണ് വേണ്ടത്. 10Kയുടെ പൊട്ടൻഷ്യോമീറ്റർ ആയാലും കുഴപ്പമില്ല. അത് നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങുക. SWR പവർ ബിറ്റിൽ നിന്ന് വരുന്ന പവർ അഥവാ ഫോർവേഡ് വോൾട്ടേജ്, റിവേഴ്സ് വോൾട്ടേജ് മീറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നത് വിവിധതരം പ്രീസെറ്റുകൾ വഴിയാണ്. അവയ്ക്കായി ഇത്തരം പ്രീസെറ്റുകൾ ഉപയോഗിക്കാം. അതിനേക്കാൾ കുറച്ചുകൂടി ആക്യുറസിക്ക് വേണ്ടി ഇത്തരം മൾട്ടി 10 പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത് അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു അറേഞ്ച്മെൻ്റാണിത്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ക്രോസ് നീഡിൽ മീറ്ററിൻ്റെ മാക്സിമം ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 20W എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ മീറ്ററിൽ 20 വാട്ട്, 200 വാട്ട്, 2000 വാട്ട് എന്നിവ സെറ്റ് ചെയ്യുന്നത് ആണ് നല്ലത്. ഇതിൽ മിഡിൽ പോയിന്റിൽ 1 കിലോ വാട്ടും സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇത്തരം മീറ്ററുകളുടെ പ്രത്യേകത എന്നത് 50 വാട്ട്, 50 വാട്ട് റേഞ്ചിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കാലിബ്രേഷൻ ചെയ്താൽ 100 വാട്ട് കൊടുത്താലും 1000 വാട്ട് കൊടുത്താലും അതിൽ കാണിക്കുന്ന റീഡിങ് ലീനിയറിറ്റി ഉള്ളതായിരിക്കും. അതുകൊണ്ട് ഏകദേശം ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് കാണിക്കുവാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ 100 വാട്ട് പവറിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പവർ മീറ്റർ 1000 വാട്ട് കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും കാണിക്കുക. അതിനായി പവർ റേഞ്ച് സ്വിച്ചിൽ ഒരു മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ്. ഇതുപോലൊരു SWR പവർ മീറ്റർ ഉണ്ടാക്കുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ റേഞ്ച് 5 വാട്ട്, 20 വാട്ട്, 200 വാട്ട് എന്നാണ്. നമുക്കത് 10 വാട്ട്,
100 വാട്ട് 1000 വാട്ട് എന്ന രീതിയിലാക്കാം. ഫങ്ഷൻ സ്വിച്ച് SWR, കാലിബ്രേഷൻ, പവർ ഇതുപോലെ തന്നെ 3-വേ സ്വിച്ച് ഉപയോഗിച്ച് ചെയ്യാം. ഇതിൽ പവർ, താഴെ പവർ, ഫോർവേഡ്, റിഫ്ലക്റ്റർ പവർ, പവർ ഓഫ്, ഫോർവേഡ് പവർ, റിഫ്ലക്റ്റർ പവർ അത് ഉപയോഗിക്കും. ഇത് കാലിബ്രേഷനുള്ള ബട്ടൺ, പീക്ക് ആൻഡ് ആവറേജ് കാണുന്നതിനുള്ള പുഷ് സ്വിച്ച്, ഒരു പുഷ് സ്വിച്ച് ഉപയോഗിച്ച് ചെയ്യാം. അതുപോലെ ഇതിനുള്ള മീറ്റർ. ഇത്തരം മീറ്ററുകളിൽ ഈ മീറ്ററാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇത് വളരെ പ്രഷ്യസ് ടൈപ്പ് മീറ്ററാണ്. അതുകൊണ്ടാണ് ഇത്തരം ഇൻസ്ട്രുമെൻറ്റുകൾക്ക് നല്ല വിലയുണ്ടാകുന്നത്. SWR പവർ മീറ്ററിൻ്റെ സർക്യൂട്ടാണിത്. ഇതാണ് നമ്മുടെ മീറ്റർ. മീറ്ററിൻ്റെ അക്രോസ് ആയിട്ട് 470 ഓംസും അതുപോലെ 0.1 കപ്പാസിറ്റർ കണക്ട് ചെയ്യണം. ഇത്തരം മീറ്ററുകളെല്ലാം 100 മൈക്രോ ആംപിയർ അല്ലെങ്കിൽ 500 മൈക്രോ ആംപിയർ ആയിരിക്കും. നമ്മുടെ SWR പവർ ബ്രിഡ്ജിൽ നിന്നും വരുന്ന വോൾട്ടേജിന് അത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനക്രോസായി ഒരു 470 ഓംസിൻ്റെ റെസിസ്റ്റർ കൊടുക്കണം. അതുപോലെ 0.1 കപ്പാസിറ്റർ കണക്ട് ചെയ്യണം. നമ്മൾ ഉണ്ടാക്കുന്ന SWR പവർ മീറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ആണിത്. ഇതിൻ്റെ മീറ്ററിന് അക്രോസ് ഉപയോഗിക്കുന്ന 470 ഓംസ് ക്രിട്ടിക്കൽ അല്ല, അതിന് മാറ്റം വരുത്താം. 22 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്ററാണ് ആവറേജ് വാല്യൂ കാണിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ SWR ബ്രിഡ്ജ്. SWR ബ്രിഡ്ജിൽ നിന്ന് വരുന്ന ഫോർവേഡ് വോൾട്ടേജ്, റിഫ്ലക്റ്റർ വോൾട്ടേജ് എന്നിവ ഇതിൽ വരുന്നു. ഇതാണ് നമ്മുടെ 3-വേ സ്വിച്ച്. ഇതൊരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ് അല്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഡയഗ്രമാണിത്. ഇത്തരം 3-വേ സ്വിച്ചുകളിൽ 3 പോയിൻറ്റുകൾ അടുത്തിരിക്കുകയും ഒരു പോയിൻ്റ് തമ്മിൽ കുറച്ച് അകലം ഉണ്ടായിരിക്കുകയും ചെയ്യും. മീറ്ററിൻ്റെ ഇതാണ് ഇതിൻ്റെ ഫങ്ഷൻ സ്വിച്ച്. ഇതിൽ പവർ ഓൺ ഓഫ് സ്വിച്ച് ഇല്ല, ഫോർവേഡ് ആൻഡ് റിഫ്ലക്റ്റഡ് സ്വിച്ച് ഇതാണ്. അതിനായി ഇത്തരം ഒരു സ്വിച്ച് ഉപയോഗിക്കാം. ഇതിന് 2 പൊസിഷനേ ഉള്ളൂ. ഫങ്ഷൻ സ്വിച്ചിനായിട്ട് 3 പൊസിഷൻ ഉള്ളത് ഉപയോഗിക്കാം. ഇനി കാലിബ്രേഷൻ വേണ്ട എങ്കിൽ പവർ SWR മാത്രമല്ലെങ്കിൽ സിംഗിൾ വേ മതി. പക്ഷേ കാലിബ്രേഷൻ ചെയ്യണമെങ്കിൽ ഇതിൽ 3-വേ സ്വിച്ച് തന്നെ ഉപയോഗിക്കണം. SWR പവർ മീറ്ററിൽ വരുന്ന ഫോർവേഡ് വോൾട്ടേജ് ഫങ്ഷൻ സ്വിച്ച് പവർ മോഡിലായിരിക്കുമ്പോൾ ഇത് തമ്മിൽ കണക്ഷൻ ആവുകയും ഫോർവേഡ് വോൾട്ടേജ് വഴി ഫോർവേഡ് സ്വിച്ചിൻ്റെ ഫോർവേഡ് പിൻ വഴി ഇവിടെ നമ്മുടെ റേഞ്ച് സ്വിച്ചിലെത്തുന്നു. റേഞ്ച് സ്വിച്ചിൽ 5 വാട്ട്, 10 വാട്ട്, 100 വാട്ട്, 1000 വാട്ട്. ഇനി ഇതിൽ കൂടുതൽ പവർ അളക്കണമെങ്കിൽ ഇവിടെ ഒരു പ്രീസെറ്റും അതേപോലെ തന്നെ ഒരു റെസിസ്റ്ററും, സ്യൂട്ടബിളായ റെസിസ്റ്ററും കൊടുത്ത് ഇതിനെ റേഞ്ച് കൂട്ടാവുന്നതാണ്. ഇവ എല്ലാം വേരിയബിൾ റെസിസ്റ്ററാണ്. ഇത്തരം പ്രീസെറ്റുകളാണിത്. ഇത് 3 ഫിക്സഡ് റെസിസ്റ്ററുകളാണ്. ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഒന്നും ക്രിട്ടിക്കലല്ല. ഇത് നമ്മുടെ മീറ്ററാണ്. നമ്മുടെ SWR മീറ്ററിൻ്റെ ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന വോൾട്ടേജിനനുസരിച്ച് ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. ഇത് തന്നെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഈ റെസിസ്റ്റൻസ് വഴി മീറ്ററിൽ പോസിറ്റീവ് വയർ എത്തുന്നു. ഗ്രൗണ്ട് ഓൾറെഡി ഉണ്ട്. അങ്ങനെ മീറ്റർ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇത്തരം മീറ്ററുകൾ റിഫ്ലക്റ്റർ പവർ കിട്ടുമ്പോൾ, ഫോർവേഡ് പവർ കിട്ടുമ്പോൾ നീഡിൽ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് കാണാം. അതിനെയാണ് നമ്മൾ പീക്ക് എന്ന് പറയുന്നത്. ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന വഴി ഒരു 22 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ ആഡ് ചെയ്യുകയും മീറ്ററിൻ്റെ നീഡിലിൻ്റെ സ്പീഡ് വളരെ പതുക്കെ പോകുന്നതായിട്ട് കാണാം. അങ്ങനെ ആവറേജ് പവർ അളക്കാൻ പറ്റും. ഇത്തരം ക്രോസ് നീഡിൽ മീറ്ററിൽ ഫോർവേഡ് പവറിനുള്ള കോയിൽ ഈ ഭാഗത്താണുള്ളത്, റിഫ്ലക്റ്റർ പവറിൻ്റെ കോയിൽ ഈ ഭാഗത്ത്. പക്ഷേ നീഡിൽ കാണിക്കുന്നത് ഈ ഭാഗത്താണ്, ഓപ്പോസിറ്റ് സൈഡിലാണുള്ളത്. ഇതിൽ ഫോർവേഡ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഫോർവേഡ് റീഡിങ് കാണിക്കും. 0 മുതൽ 20 വരെയാണ് ഇതിൻ്റെ റേഞ്ച്. അതുകൊണ്ട് 20, 200, 2000 വാട്ട് എന്ന രീതിയിൽ ഇതിനെ ഉണ്ടാക്കാം. ഈ ഭാഗത്തുള്ള കോയിലാണ് റിഫ്ലക്റ്റർ പവറിന് കൊടുക്കുന്നത്. അതിൻ്റെ നീഡിൽ ഈ ഭാഗത്താണ്. റിഫ്ലക്റ്റർ പവർ താരതമ്യേന കുറവാണ്. മാക്സിമം 4 വാട്ട് വരെയാണ് ഇതിൽ കാണിക്കുന്നത്. ഫോർവേഡ് പവറിൻ്റെ നീഡിലും റിഫ്ലക്റ്റർ പവറിൻ്റെ നീഡിലും തമ്മിൽ ക്രോസ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണോ അതാണ് SWR. ഇതിൽ കാണുന്ന ചെറിയ ചുവന്ന വരകളാണ് SWR എന്ന് പറയുന്നത്.
SWR ബ്രിഡ്ജും മീറ്ററും തമ്മിലുള്ള കണക്ഷൻസും അതിനുശേഷമുള്ള കാലിബ്രേഷനും വളരെ നീണ്ട വീഡിയോ ആണ്. അത് അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 73 ബൈ ബൈ.